നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടനാണ് ബാല. കുറച്ചുകാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. നടന്റെ മികച്ചൊരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ബാലയെ പോലെ തന്നെ ഭാര്യ എലിസബത്തും സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ്. ഇരുവരും ഒരുമിച്ചെത്തുന്ന വീഡിയോകളും അഭിമുഖങ്ങളും എല്ലാം വലിയ ശ്രദ്ധ നേടാറുണ്ട്. നടന്റെ വ്യക്തിജീവിതം എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ താരം തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട്. അത്തരത്തിൽ ബാല പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. തന്റെ 41ാം പിറന്നാൾ ഗംഭീരമായി ആഘോഷിച്ചതിന്റെ വീഡിയോയാണ് ബാല പങ്കിട്ടത്. സുഹൃത്തുക്കൾക്കൊപ്പമാണ് ബാല പിറന്നാൾ ആഘോഷിച്ചത്. ബാലയുടെ പിറന്നാളിനായി സുഹൃത്തുക്കൾ വീട് മുഴുവൻ അലങ്കരിച്ചിരുന്നു. ഈ പിറന്നാൾ ഇത്രത്തോളം ഗംഭീരമാകുമെന്ന് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാണ് ബാല സംസാരിച്ചു തുടങ്ങിയത്. അർച്ചന എന്ന ബാലയുടെ സുഹൃത്തിന്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ ഒരുക്കിയത്. ജീവിതത്തിൽ ഒരേ ഒരു കാര്യമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ 1000 പേരൊന്നും ആവശ്യമില്ല, കൂടെ നിൽക്കുന്ന 10 പേർ മതി എന്നതാണ്. സ്നേഹമാണ് ജീവിതത്തിൽ വലുത്, കാശല്ല. ഈ 41ാം വയസ്സിൽ ഇങ്ങനെ പിറന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. ഞാൻ എന്നോ മരിച്ചതാണ്, 17ാമത്തെ വയസ്സിൽ മരിച്ചതാണ്. ഇന്ന് ഈ പിറന്നാൾ തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ കമ്മിറ്റ്മെന്റ്സ് എല്ലാം ദൈവത്തോട് മാത്രമാണ്. എല്ലാവരും നന്നായിരിക്കണം. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ നിങ്ങൾ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വന്ന് നിൽക്കും. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് ചുറ്റും നിൽക്കും. എന്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളെ വൈകാതെ അറിയിക്കും എന്നാണ് ബാല പറഞ്ഞത്. എനിക്ക് ബന്ധങ്ങൾ ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇവരെല്ലാം എന്റെ ബന്ധങ്ങളാണ് എന്നാണ് പിറന്നാൾ ആഘോഷ വീഡിയോ പങ്കിട്ട് ബാല പറഞ്ഞത്. ബാലയുടെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ബാലയ്ക്ക് പിറന്നാൾ ആശംസിച്ചെത്തിയത്. എന്നാൽ എലിസബത്ത് എവിടെയെന്നുള്ള ചോദ്യങ്ങൾക്കും ഇത്തവണയും ആരാധകർ ചോദിച്ചിട്ടുണ്ട്. എലിസബത്തിന്റെ വക പിറന്നാൾ ആശംസകളൊന്നും ബാലയ്ക്കായി ഇതുവരെ വന്നിട്ടുമില്ല. കഴിഞ്ഞ കുറച്ചു നാളുകളായി എലിസബത്ത് ബാലയ്ക്കൊപ്പമില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയോ ഉള്ള ഒരു ആശുപത്രിയിൽ ജോലി ചെയ്ത് വരികയാണ് എലിസബത്ത്. ജോലിക്കായി കേരളം വിട്ട് വന്നിരിക്കുകയാണ് താനെന്ന് എലിസബത്ത് പറയാറുണ്ടെങ്കിലും എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് എലിസബത്ത് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. സ്വന്തം യൂട്യൂബ് ചാനൽ വഴി വിശേഷങ്ങളെല്ലാം എലിസബത്ത് പങ്കിടാറുണ്ട്. ബാലയും എലിസബത്തും പ്രണയിച്ച് വിവാഹിതരായവരാണ്. കഴിഞ്ഞ വർഷം ബാല പിറന്നാൾ ആഘോഷിച്ചത് എലിസബത്തിനൊപ്പമാണ്. അതേസമയം ഉണ്ണി മുകുന്ദൻ നായകനായ ഷെഫീഖിന്റെ സന്തോഷമാണ് ബാല ഒടുവിൽ അഭിനയിച്ച മലയാള സിനിമ. ചിത്രത്തിൽ സഹകരിച്ച പല സഹപ്രവർത്തകർക്കും ഉണ്ണി മുകുന്ദൻ പണം നൽകിയില്ല എന്ന ബാലയുടെ പ്രസ്താവന വിവാദമായിരുന്നു. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ബാലയ്ക്ക് നടത്തിയതിനാൽ താരം ഇപ്പോഴും മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്ന നടനായിരുന്നു ബാല. പുലിമുരുകന് ശേഷം ബാലയെ ഊർജ്ജസ്വലതയോടെ കാണാൻ സാധിച്ചിട്ടില്ലെന്നത് ആരാധകരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പുതിയ മുഖത്തിലും ചെമ്പടയിലും എന്ന് നിന്റെ മൊയ്തീനിലും ഉണ്ടായിരുന്ന ബാലയെ തിരികെ കിട്ടാൻ വേണ്ടിയാണ് ആരാധകരും കാത്തിരിക്കുന്നത്. ബാലയ്ക്കൊപ്പമുള്ള വീഡിയോകളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്ന എലിസബത്തിനെ പെട്ടെന്ന് കാണാതായതോടെയാണ് ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ സ്വന്തം വീട്ടിൽ തന്റെ യൂട്യൂബ് ചാനലുമായി സജീവമായിരുന്ന എലിസബത്ത് വീട്ടുകാർക്കൊപ്പമാണ് എലിസബത്ത് പിറന്നാൾ ആഘോഷിച്ചതെല്ലാം. അതിനു മുൻപ് താൻ ഒരു വിഷമത്തിലാണെന്നും തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് എലിസബത്ത് ഒരു പോസ്റ്റും പങ്കുവച്ചിരുന്നു. നിരന്തരം തന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുള്ള ആളാണ് ബാല. ഒരിടയ്ക്ക് എലിസബത്തിനൊപ്പമുള്ള വീഡിയോകളുമായി എത്തിയിരുന്ന നടൻ കുറച്ചു നാളുകളായി കൂട്ടുകാർക്കും സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഭാഗമായവർക്കും ഒപ്പമാണ് സോഷ്യൽ മീഡിയയിൽ എത്താറുള്ളത്. യൂട്യൂബ് ചാനലും ഒക്കെയായി സജീവമായ എലിസബത്ത് ആകട്ടെ മാതാപിതാക്കൾക്കൊപ്പമോ അല്ലെങ്കിൽ തനിച്ചോ ഉള്ള വ്ലോഗുകളാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. ഇതൊക്കെയാണ് ബാലയും എലിസബത്തും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന സംശയത്തിലേക്ക് ആരാധകരെ കൊണ്ടെത്തിച്ചത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.